blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, കൊച്ചിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നല്ല കർത്താവെ, ഈ സഹോദരിയുടെ ജന്മദിനത്തെയും തുടർന്നുള്ള നാളുകളെയും വർഷങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഭർത്താവിനും സഹോദരനുമായി പ്രാർത്ഥിക്കുന്നവർ രക്ഷിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. മാത്രമല്ല, ഈ സഹോദരിക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നൽകി നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. USA നിന്നുള്ള ലിഷ അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവെ അങ്ങ് നൽകണമേ. മാത്രമല്ല, തൻ്റെ ബിസിനസ് ഇന്ത്യയിൽ കൂടെ സെൽ ചെയ്യുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഫാമിലി പ്രോപ്പർട്ടി വിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ലോകമെമ്പാടും ഇപ്പോൾ ഇത് വീക്ഷിക്കുന്ന സകലരും ചേർന്ന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111996001. To speak about breaking barriers of tradition. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്ന പാരമ്പര്യത്തിന്റെ തടസ്സങ്ങളെ തകർക്കുക എന്നതിനെ കുറിച്ചാണ്. Colossians chapter 2 verse number 8. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:8 വചനം. See to it that no one takes you captive through hollow and deceptive philosophy, which depends on human tradition and the elemental spiritual forces of this world rather than on Christ. കൊലോസ്യർ 2:8 മലയാളത്തിൽ ചേർന്ന് വായിക്കാമോ? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. This verse is talking about human tradition. ഈ വചനം പറയുന്നത് മനുഷ്യരുടെ പാരമ്പര്യം അഥവാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. And Paul is warning, admonishing everyone that no one should be captive through these deceptive human traditions. പൗലോസ് അവിടെ വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇതാണ്: ആരും ഈ ഒരു വഞ്ചനയാൽ ആരും തന്നെ നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. Now, the things that I'm going to share with you are
so important that if you really absorb them into your hearts, your whole life will change and you'll be fast moving to your destiny. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിവേഗത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായത് മാറും. Anyone who has become a winner in the world, anyone who has succeeded in life, had to face a lot of hindrances and obstacles and barriers in their lives. ഓർക്കുക, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ജയാളിയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഒത്തിരി തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും അവർ. Winning is not easy. അതുകൊണ്ട് ജയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. So today we'll be focused on how to break barriers of traditions that is trying to bind us. അതുകൊണ്ട് ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് നമ്മെ ചുറ്റിവരിഞ്ഞിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളെ, കെട്ടുകളെ എങ്ങനെ അഴിച്ചു മാറ്റാം എന്നതിനെ കുറിച്ചാണ്. Some human traditions are stronger than wire ropes. ചില മാനുഷിക സമ്പ്രദായങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നുള്ളത് കയറുകളേക്കാൾ, വയർ റോപ്സിനേക്കാൾ വളരെ ശക്തിമത്താണ്. And you will struggle to get out of that. അതിൽ നിന്ന് പുറത്തു വരുവാൻ നാം വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. Sometimes when we do something repeatedly for many times, it will become our habit. ചില സമയങ്ങളിൽ നാം ഒരേ കാര്യം പല ആവർത്തി നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായി മാറുന്നു. Experts say that if you do something 21 times, it will become your habit. പ്രഗത്ഭന്മാർ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം 21 പ്രാവശ്യം നാം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമായി, ഭാഗമായി മാറും. For example, you wake up 5:30 in the morning, setting your alarm. ഉദാഹരണമായിട്ട് നിങ്ങൾ രാവിലെ 5:30 മണിക്ക് നിങ്ങളുടെ അലാം സെറ്റ് ചെയ്ത് എഴുന്നേൽക്കുന്നു എന്ന് കരുതുക. If you do it for a few days, at least for 3 weeks, 21 days, the next day you will wake up even without an alarm. അത് ചില ദിവസങ്ങൾ, ഒരു 3 ആഴ്ചയോളം അല്ലെങ്കിൽ 21 ദിവസത്തോളം നിങ്ങളത് തുടർമാനമായി ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അലാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. Because your body clock will be set according to that. കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ വാച്ച് ക്ലോക്ക് അതിനനുസരിച്ച് സമയത്തെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. And even if you go from one time zone to another time zone, your body clock will give you alarm at the same time, 5:30 in the morning IST. അതായത് ഇനി ഇപ്പോൾ നിങ്ങൾ ഈ സമയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു സമയക്രമമുള്ള മറ്റൊരു രാജ്യത്ത് പോയാൽ പോലും നിങ്ങളുടെ ശരീരം ഇത്ര മണിയായി, 5:30 മണിയായി എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇന്ത്യൻ സമയം തന്നെ നിങ്ങളുടെ ശരീരം നിങ്ങളെ ബോധ്യപ്പെടുത്തും. Because your body clock will be working according to Indian Standard Time. കാരണം ഏത് രാജ്യത്ത് പോയാലും നിങ്ങളുടെ ശരീരത്തിന്റെ ക്ലോക്ക് ഇന്ത്യൻ സമയത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. But if you get used to that time zone, within a few days or weeks you'll be set to that time. ഇനി മറ്റൊരു രാജ്യത്തിലുള്ള ആ സമയത്തിന്റെ ക്രമത്തിലേക്ക് നിങ്ങളുടെ ചില ദിവസങ്ങൾ നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതുപോലെ ക്രമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ക്ലോക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. Now these habits and things that we do regularly, the practices that we do regularly can become a tradition also. അതുകൊണ്ട് ഇത്തരത്തിൽ തുടർമാനമായി ദിനംതോറും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാരമ്പര്യമായി, സമ്പ്രദായമായി തീരാൻ സാധ്യതയുണ്ട്. So a tradition is a belief or a practice that is done through the generations. അതുകൊണ്ട് ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് തലമുറയായി തന്നെ ചെയ്തു വരുന്ന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. Some traditions can be traced back to thousands of years. ചില പാരമ്പര്യങ്ങൾ എന്നുള്ളത് അനേക നൂറ്റാണ്ടുകളായി കടന്നു വന്നിട്ടുള്ളതാണ്. If you study your own family history, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ in your own family there are some traditions. നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ ചില പാരമ്പര്യങ്ങളുണ്ട്. You saw the traditions in your fathers and mothers, forefathers, and everyone who lived in the generations before.
ആ പാരമ്പര്യങ്ങൾ നിങ്ങളുടെ മാതാവിൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ പിതാവിൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അതിന് മുൻഗാമികളുടെ ഒക്കെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ആ പാരമ്പര്യങ്ങളെ കാണാൻ സാധിക്കും. And today in this generation, many of the traditions you receive from your forefathers, you are keeping faithfully. ഇന്നിപ്പോൾ ഇത്തരം പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഈ പാരമ്പര്യങ്ങളെ ഇന്നിപ്പോൾ നാം വിശ്വസ്തയോടെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. You don't know that. നിങ്ങൾക്കത് അറിയാൻ പാടില്ല. Because your life was integrated into that system of tradition handed over from generation to generation. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ള അത്തരം സമ്പ്രദായത്തിന്റെ, അത്തരം സംവിധാനത്തിനകത്ത് നിങ്ങൾ പൂർണ്ണമായി നിമഗ്നമായിരിക്കുകയാണ്. A tradition can become so persistent and so sticking to us that we will not know that this is an extra feeling or this is unwanted. Our life will be absorbed into that. പലപ്പോഴും പാരമ്പര്യം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇഴുകിച്ചേർന്ന് എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനാവശ്യമാണെന്നോ ആവശ്യത്തിൽ അധികമായിട്ടുള്ള ഒരു വസ്തുതയാണെന്നോ നമുക്ക് പോലും ബോധ്യമില്ലാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തോട് ഇടകലർന്നിരിക്കുന്ന ഒന്നായി പാരമ്പര്യം മാറിയിരിക്കുന്നു. We have traditional dress. നമുക്ക് പാരമ്പര്യ വസ്ത്ര സംവിധാനമുണ്ട്. We have traditional food habits. അപ്പോൾ തന്നെ പാരമ്പര്യ ഭക്ഷണശീലം നമുക്കുണ്ട്. And in connection with some festivals and celebrations, we have some special dishes. അപ്പോൾ തന്നെ ചില പെരുന്നാളുകളെയും ചില ആഘോഷങ്ങളിലും ചില പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ സംവിധാനങ്ങൾ നമുക്കുണ്ട്. And we have some traditional holidays. അപ്പോൾ തന്നെ പാരമ്പര്യ ഒഴിവു ദിനങ്ങൾ നമുക്കുണ്ട്. How many of you heard about Valentine's Day? നിങ്ങൾ എത്ര പേർ വാലന്റൈൻസ് ഡേയിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? Especially the youths. പ്രത്യേകിച്ച് യൗവനക്കാർ. They love it. അവർക്ക് വളരെ ഇഷ്ടമാണ്. Valentine's Day is a celebration of love and romance. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ റൊമാൻസിന്റെയും ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. All over the world that is celebrated, I think, on February 14th. ഫെബ്രുവരി 14 ഞാൻ കരുതുന്നു. Yeah. So it's celebrated everywhere. ഇത് എല്ലായിടത്തും ആഘോഷിക്കുകയാണ്. But how did it all start? എന്നാൽ ഇത് എങ്ങനെയാണ് തുടങ്ങിയത്? I made a research on that. അതിനെക്കുറിച്ച് ഞാൻ ഒരു പഠനം നടത്തി. And I could trace it back to 4th century. ഒരു 4-ാം നൂറ്റാണ്ടിലേക്ക് ഇതിന്റെ ചരിത്രത്തിനു വേണ്ടി എനിക്ക് പോകാൻ സാധിച്ചു. And there are many mythologies and many ideologies behind it, but there is no there is no narration or description of origin. ഇതിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ പലതരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, ഐതിഹ്യങ്ങൾ ഒക്കെ ഇതിന്റെ പുറകിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കത്തിന്റെ കാരണം ശരിയായ വിധത്തിൽ നമുക്ക് ലഭ്യമല്ല. It is like that with many of the traditions. We don't know how it originated, but I saw someone else doing, so I'm also doing. Otherwise I'll be an odd one out. പലപ്പോഴും നമ്മൾ കരുതുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് പാരമ്പര്യമായി വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആര് ചെയ്തില്ലെങ്കിലും ചെയ്താലും ഇത് പാരമ്പര്യമായി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. There is a speciality with a tradition. We don't know how it originated, but all are doing, so I'm also doing. ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ആര് തുടങ്ങി, എന്തിനു വേണ്ടി തുടങ്ങി എന്ന് നമുക്കറിയില്ല, പക്ഷെ എല്ലാവരും അനുഷ്ഠിക്കുന്നു, അതുകൊണ്ട് ഞാനും അത് അനുഷ്ഠിക്കുന്നു എന്നുള്ള രീതി. Have you heard of a tomato festival every year celebrated in Spain? സ്പെയിനിൽ എല്ലാ വർഷവും ആഘോഷിക്കുന്ന തക്കാളി ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? It comes on in newspapers. ഇത് സാധാരണ ന്യൂസ് പേപ്പറുകളിലൊക്കെ വരാറുണ്ട്. What is a tomato festival? എന്താണ് ഈ തക്കാളി ഉത്സവം എന്ന് പറയുന്നത്? On that day for 1 hour truckloads of tomato will be brought to that city called Bunol in Spain, and they'll be throwing tomatoes each other just like a fight. അവിടെ സ്പെയിനിൽ ബ്യൂണോൾ എന്ന് പറയുന്ന സ്ഥലത്ത് 1 മണിക്കൂർ സമയത്തേക്ക് ട്രക്കുകളിൽ തക്കാളികൾ കൊണ്ടുവന്ന് അവിടെ പരസ്പരം തക്കാളികൾ വാരി എറിയുന്ന ഒരു ഉത്സവമാണ് തക്കാളി ഉത്സവം എന്ന് പറയുന്നത്. How did it start? എങ്ങനെയാണ് അതിന്റെ തുടക്കം? Many people do not have any idea. ഒത്തിരി ആളുകൾക്കും അതിനെക്കുറിച്ച് ശരിയായ വിവരമില്ല. But it started somewhere around 1944 or 5. ഇത് ഏതാണ്ട് 1944-ലോ 45-ലോ ആണ് അത് തുടങ്ങിയത്. And some people believe that in 1945 there was a violent mob in the city,
and they were angry against the city council, and they started throwing tomato at the councillors. 1945 കഥ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അന്ന് ആ പട്ടണത്തിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ രോക്ഷാകുലരായി തീർന്ന ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്ന കൗൺസിലിന് നേരെ തക്കാളി എറിഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. But next year they wanted to do it for fun. എന്നാൽ അടുത്ത വർഷം വന്നപ്പോൾ ആ ക്രിയ അവർക്കൊരു തമാശ രൂപേണ ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. So the same day they brought in a huge quantities of tomatoes and just threw each other. അടുത്ത വർഷം വന്നപ്പോൾ ഒരു വലിയ കൂട്ടം തക്കാളി അവർ കൊണ്ടുവന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി അതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അവർ അത് വീണ്ടും ഇതുപോലെ തക്കാളി എറിഞ്ഞു. And they wanted to do it the next year. അടുത്ത വർഷവും ഇതുപോലെ തമാശയ്ക്ക് വീണ്ടും അവർ അത് ചെയ്യാൻ ആഗ്രഹിച്ചു. Then it gained momentum and more quantities of tomatoes were brought and more people involved in the fight. പിന്നീട് അതൊരു മുന്നേറ്റമായി ഒത്തിരി ആളുകൾ പങ്കുചേരുന്ന ഒത്തിരി വലിയ ചിലവുകളുള്ള ഒരു വലിയൊരു കാര്യമായിട്ട് ഒത്തിരി തക്കാളികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ഒരു ചടങ്ങാക്കി അതിനെ അവർ മാറ്റിയെടുത്തു. So all these are traditions, and these traditional festivals, they have no meaning. Instead we are wasting a lot of things, a lot of food and a lot of money. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള അർത്ഥതലങ്ങളുമില്ല. പകരം ഭക്ഷണത്തെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ തകർക്കുന്ന രീതിയാണ് ഈ പാരമ്പര്യം നമ്മെ കാണിക്കുന്നത്. I'm not against all traditions. ഞാൻ എല്ലാ പാരമ്പര്യങ്ങളോടും എതിരല്ല. I am against the vain, meaningless traditions. എന്നാൽ അർത്ഥമില്ലാത്ത വ്യർത്ഥമായ പാരമ്പര്യങ്ങളോടാണ് എനിക്ക് എതിർപ്പുള്ളത്. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484-422-101. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 055-7415-618, 050-9673-287. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. രണ്ടു വർഷം മുൻപ് ദൈവം ചെയ്ത ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, താനൊരു തയ്യൽക്കാരിയാണ്. സ്ഥിരമായി തനിക്കൊരു വരുമാന മാർഗമില്ലായിരുന്നു. അപ്പോൾ തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ താൻ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ സമയങ്ങളിൽ തനിക്ക് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ജോലി കുറയുകയും ഏതാണ്ട് മാസത്തിൽ തന്നെ 3-4 ദിവസങ്ങളിൽ മാത്രമേ ജോലിയുള്ള ഒരവസ്ഥയിലേക്കാണ് താനന്ന് പോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, സ്ഥിരമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് സ്ഥിരതയുള്ള വരുമാന മാർഗം യേശു നൽകുന്നു എന്ന് ഈ പറഞ്ഞു. സാക്ഷ്യം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിശ്വസിച്ചേക്കണേ. ഇടക്കും തലക്കും വല്ലപ്പോഴേ പണിയുള്ളൂ, മാസത്തിൽ ഇത്രയേ ഉള്ളൂ വരുമാനം, അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം അങ്ങ് വിശ്വസിക്കുക, ഒരു മണ്ടനെ പോലെ വിശ്വസിക്കുക. സ്ഥിരമായ വരുമാന മാർഗം, നിലയ്ക്കാത്ത വരുമാന മാർഗം നൽകാൻ യേശുവിന് സാധിക്കും. എത്ര പേർ ആമേൻ പറയും? ബാക്കി പറ. എന്നിട്ട് അന്നത്തെ ആ TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥാപനത്തിലേക്ക് തന്നെ വന്ന് വിളിക്കുകയും താൻ അവിടെ ഇങ്ങോട്ട് വന്ന് വിളിക്കുകയും താൻ അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പണിയുള്ളൊരു യൂണിറ്റ് ആയിരുന്നു അത്. സിസ്റ്റർ പറഞ്ഞത് അന്നു മുതൽ ഇന്നു വരെ ഏതാണ്ട് 2 വർഷത്തോളധികമായി ഒരു ദിവസം പോലും തനിക്ക് ജോലി ഇല്ലാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും സ്ഥിരതയുള്ള ഒരു വരുമാനം തന്നെ യേശു കർത്താവ് നൽകി കൊടുത്തു എന്നാണ് ആ സഹോദരി പറയുന്നത്. ഹല്ലേലൂയ. സാക്ഷ്യം ശരിയാണോ? ശരിയാണ്, സംഭവിച്ചതാണ്. സ്ഥിരമായ സ്ഥിരമായിട്ട് വരുമാനമുണ്ട്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി നമ്മളുടെ ഈ വർഷം നടന്ന ഓപ്പറേഷൻ എഡ്യൂക്കേഷനെ പറ്റി താൻ കേൾക്കുന്നതും തൻ്റെ ഹൃദയത്തിൽ താൻ തീരുമാനിച്ചു ഒരു 4 കുട്ടികൾക്ക് വേണ്ടുന്ന ഫുൾ കിറ്റ് കൊടുക്കാൻ ആവശ്യമായ പണം. എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഈ ടിവിയിൽ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ. ഓക്കെ. അങ്ങനെ അറിഞ്ഞപ്പോൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പഠനോപകരണങ്ങൾ കൊടുക്കാനുള്ള 4 കിറ്റുകൾ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. താൻ അതിനുവേണ്ടി തീരുമാനമെടുത്തു. അതിന് വേണ്ടുന്ന പണം താൻ എടുത്ത് മാറ്റിവെച്ചു. ഓക്കെ. എന്നിട്ട് ഈ പണം എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ആ TV-യിൽ കണ്ട നമ്പർ എടുത്ത് വിളിച്ചു. ആ ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ബ്രദർ പറഞ്ഞു സുൽത്താൻ ബത്തേരിയിലുള്ള ബ്ലെസ്സിങ് സെന്ററിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ കൊടുക്കാൻ ഉള്ള സമയം കഴിഞ്ഞു പോയി, കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞത് ഈ സഹോദരിയുടെ 2 കുട്ടികളുണ്ട്, 2 കുട്ടികളും പഠിക്കുവാണ്. ആ 2 കുട്ടികൾക്കും ആവശ്യമായ പഠനോപകരണങ്ങളെല്ലാം ഈ വർഷത്തിൽ മറ്റൊരാൾ വഴി ഫ്രീ ആയി ഈ സഹോദരിക്ക് ദൈവം വാങ്ങിക്കൊടുത്തു. അത്രയും പൈസ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ കിട്ടി. ഈ സഹോദരിയുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയി ദൈവം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ് അങ്ങ് ചെയ്ത ഈ 2 അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സ്ഥിര വരുമാനമില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ മുടങ്ങാത്ത വരുമാനമുണ്ടാകട്ടെ, വരുമാനത്തിൽ വർധനവുണ്ടാകട്ടെ, സാമ്പത്തികമായി വ്യത്യാസങ്ങളുണ്ടാകട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ. കൂടാതെ യേശുവിന് വേണ്ടി കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ വാച്ച് ചെയ്ത എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അദൃശ്യമായ നിൻ്റെ കരങ്ങൾ നീട്ടി ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. രോഗത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങൾ ഉലഞ്ഞിട്ടുള്ളവർക്ക് ദൈവമേ അങ്ങ് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ഈ സമയത്ത് അസ്ഥികളിലുള്ള തകരാറുകൾ അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ രക്തത്തിലുള്ള തകരാറുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹോർമോണിലുള്ള തകരാറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. പ്രമേഹം ബാധിച്ച ശരീരങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ക്യാൻസർ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. ഇലക്ട്രിക് ഷോക്കേറ്റ് ഒരു
ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് കയ്യിൽ വല്ലാത്ത ഒരു ആഘാതമേറ്റിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ശ്വാസകോശങ്ങളിൽ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലിവറിനകത്തുള്ള സൗഖ്യങ്ങൾ കർത്താവിനെ കാണിക്കുന്നു. കൂടാതെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഈ സമയത്ത് നിങ്ങൾ ഒരു വീട്ടിൽ തന്നെ അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് അനുഗ്രഹിച്ച് അവർക്ക് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 സ്ഥലങ്ങളിലാണെങ്കിൽ അതത് സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവം നാളുകളായി വർഷങ്ങളായി കാത്തിരിക്കുന്ന അനുഗ്രഹം എത്രയും വേഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് എല്ലാവരും ഈ സ്ക്രീനിലേക്ക് ഇതുപോലെ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അത് യേശുവിനോട് പറയാം. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ കർത്താവെ, ഈ സമയത്ത് ദൈവികമായ വിടുതലുകൾ എല്ലാ മേഖലകളിലേക്കും വിഷയങ്ങളിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് മുതൽ UAE-യിൽ നമ്മുടെ ഡെലിവറൻസ് ക്ലിനിക് ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ. അതുകൊണ്ട് UAE-യിലുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വരണം. കർത്താവ് അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകരും എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന ഏറ്റവും പുതിയ പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. അതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ DVD-കൾ, ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye.